ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോജു. ഞാൻ രഘുനന്ദനൻ എം വി. നമുക്ക് ഇംഗ്ലീഷിലെ മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് വരുന്ന പലപ്പോഴും ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ലാറ്ററും ഫോർമറും. അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഇത് പോലീസ് കോൺസ്റ്റബിൾ IRB 2023 ചോദിച്ച ചോദ്യമാണ്. ദ ഡാഷ് പാർട്ട് ഓഫ് ദ നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ ഏതാണ് വരിക? ലാറ്റർ ആണോ, ലാറ്റൻ്റ് ആണോ, ലേറ്റർ ആണോ, ലേറ്റസ്റ്റ് ആണോ? ഞാൻ അവിടെ ആൻസർ തന്നിട്ടുണ്ടല്ലേ. യെസ്, അവിടെ വരിക ലാറ്റർ ആണ്. എന്തുകൊണ്ട് ലാറ്റർ? ലാറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ രണ്ടാമത്തെ കാര്യത്തെ പറയാനാണ് ലാറ്റർ ഉപയോഗിക്കുക, ഒന്നാമത്തെ കാര്യത്തെ പറയാൻ ഫോർമറും. ദ ഡാഷ് പാർട്ട് ഓഫ് ദ നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അവിടെ ലാറ്റർ, ആ നോവലിൻ്റെ രണ്ടാമത്തെ ഭാഗം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഫോർമറാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിലെ ഓപ്ഷൻ ലാറ്റർ, ലാറ്റൻ്റ്, ലേറ്റർ, ലേറ്റസ്റ്റ് ഒക്കെ നമുക്ക് നോക്കാം. ലാറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഓഫ് ടു തിങ്സ്. രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ രണ്ടാമത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലാറ്റർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എൻഡിങ് ആയ, ഇവിടെയാണെങ്കിൽ ഈ നോവലിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് ഓഫ് ദ നോവൽ. എന്നാൽ ലേറ്റർ എന്താ? അവിടുത്തെ ഒരു ഓപ്ഷനാണ് ലേറ്റർ. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്, നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആയ ഒരു ടൈമിൽ കാണാം, ഒരു ഫ്യൂച്ചർ പോയിന്റിൽ കാണാം എന്നാണ് അല്ലേ. അതായത് ഇവിടെ പിന്നീടുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പറയില്ലല്ലോ, രണ്ടാമത്തെ ഭാഗം എന്നൊക്കെ അല്ലേ നോവലിൻ്റെ പറയാ. നോവലിൻ്റെ പിന്നീടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോണ ഭാഗത്തിന് നമ്മൾ അങ്ങനെ പറയില്ലല്ലോ. ലാറ്റൻ്റ് എന്ന് പറഞ്ഞാൽ നേരെ വിപരീത. ലാറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ഓർ കൺസീൽഡ് എന്ന് ആണ്, ഒളിച്ചു വെച്ച അല്ലെങ്കിൽ മറച്ചു വെച്ച. അതും ഇവിടെ കാര്യമില്ല. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റീസെന്റ്, ഏറ്റവും പുതിയ, ലേറ്റസ്റ്റ് ഫാഷൻ എന്നൊക്കെ പറയില്ലേ, ഏറ്റവും പുതിയ. അപ്പോൾ ഇവിടെ അതും റെഡിയാവില്ല. അതുകൊണ്ട് ഇവിടുത്തെ ലാസ്റ്റ് പാർട്ട് എന്നുള്ള നിലയിൽ നോവലിന്റെ ലാറ്റർ പാർട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ലാറ്ററും ഫോർമറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലാറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം തന്നാൽ അതിൽ സെക്കൻഡ് പാർട്ട്, സെക്കൻഡ് ഓഫ് തിങ്സ്. ഫോർമറോ ഫസ്റ്റ് മെൻഷൻഡ്, രണ്ട് കാര്യങ്ങളെ പറയുമ്പോൾ അതിൽ ആദ്യം പറഞ്ഞ കാര്യത്തെയാണ് ഫോർമർ എന്ന് പറയാം. കുറച്ചും കൂടി എക്സാം ചെയ്ത് നോക്കാം. ദ മെനു ഓഫേർഡ് 2 desserts. ഒന്ന് ചോക്ലേറ്റ് കേക്ക് ആൻഡ് ആപ്പിൾ പൈ. ഐ ചൂസ് ദ ഡാഷ് ആസ് ഐ ആം നോട്ട് എ ഫാൻ ഓഫ് ചോക്ലേറ്റ്. എനിക്ക് ചോക്ലേറ്റിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് തിരഞ്ഞെടുത്തു? ആപ്പിൾ പൈ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇവിടെ രണ്ട് തിങ്സ് തന്നിട്ടുണ്ട്. അപ്പം അതിൽ ഫോർമർ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് കേക്കാണ്, അതെനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ തിരഞ്ഞെടുത്തതായിരിക്കും ലാറ്റർ ആണ്, ആപ്പിൾ പൈ. അപ്പോൾ ഇവിടെ ലാറ്റർ എന്ന് പറയാം. സോ സിമ്പിൾ, ക്ലിയർ ആണല്ലോ. ദ ഡോക്യുമെൻ്ററി എക്സ്പ്ലോർഡ് 2 environmental issues, deforestation and climate change. The dash is more pressing global concern. നമുക്കറിയാം ഡിഫോറസ്റ്റേഷൻ, അതുപോലെ തന്നെ വനനശീകരണവും ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനവും രണ്ടും ഇഷ്യൂസ് തന്നെയാണ്. ഡിഫോറസ്റ്റേഷൻ അടക്കം ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നുണ്ട്. പക്ഷേ ദ ഡാഷ് ഈസ് മോർ പ്രസ്സിംഗ് ഗ്ലോബൽ കൺസേൺ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വേവലാതിപ്പെടുന്നത് ഏതിനെ കുറിച്ച് തന്നെയാണ്? അത് നമുക്കറിയാം, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, അതിൽ രണ്ടാമത്തേതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ കൺസേൺ. അതുകൊണ്ട് അവിടെ ലാറ്റർ. ഇപ്പം രണ്ടെണ്ണം തരുമ്പോൾ രണ്ടാമത്തേതിന് ലാറ്റർ എന്നും ഒന്നാമത്തേതിന് ഫോർമർ എന്നും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ദ 2 main ingredients in the recipe are flour and sugar. ധാന്യവും ഷുഗറുമാണ്, മധുരവുമാണ് രണ്ട് കീ ഇൻഗ്രീഡിയൻസ്. ദ ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ലാർജർ ക്വാണ്ടിറ്റീസ്. അതിൽ മധുരമല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുക, അവിടെ കൂടുതൽ ഉപയോഗിക്കുക ധാന്യമാണ്. അതുകൊണ്ട് ഫോർമർ ആണ്, ആദ്യത്തേതായതുകൊണ്ട് ഫോർമർ. അപ്പം എന്തെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം? ലാറ്ററും ഫോർമറും നമ്മൾ ഉപയോഗിക്കുക രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ്, 2 തിങ്സിനെ കുറിച്ച് പറയുമ്പോഴാണ്. ഓക്കെ, ലാറ്റർ എന്ന് പറയുന്നത് അതിൽ സെക്കൻഡാണ്, സെക്കൻഡ് മെൻഷൻ തിങ് ആണ്. ഫോർമർ എന്ന് പറയുന്നതോ അതിലെ ഫസ്റ്റ് മെൻഷൻ തിങ് ആണ്. അതുകൊണ്ട്
ലാറ്റർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് തിങ് ആണ്, ഫോർമർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് തിങ് ആണ്. ലാറ്ററിനെ നമ്മൾ ലേറ്ററുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീടാണ്, റെഫേഴ്സ് ടു ടൈമാണത്, ടൈമുമായി ബന്ധപ്പെട്ടതാണ്, ഇൻ എ ഫ്യൂച്ചർ പോയിന്റ് ഓഫ് ടൈം. ഓക്കെ. അതുപോലെ തന്നെ ഫോർമർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്നാണ് അർത്ഥം, ഫസ്റ്റ് എന്ന അർത്ഥം അതിനില്ല, അതും കൂടി മനസ്സിലാക്കുക. ഫസ്റ്റ് തിങ് ആണ്, പക്ഷെ ഫസ്റ്റ് എന്ന് പറയില്ല, ആദ്യത്തെ എന്നല്ല. ഫോർമർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെയാണ്, ഒന്നാമത്തെ എന്നല്ല അർത്ഥം. ഒന്നാമത്തെ രണ്ടാമത്തെ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു എന്നുള്ളതിന് ഫോർമർ പ്രൈസ് ഗോസ് ടു എന്നൊന്നും പറയില്ല. ഓക്കെ. ദ ഡിറ്റക്റ്റീവ് അൺകവേർഡ് എ ഡാഷ് മോട്ടീവ് ഫോർ ദ ക്രൈം ഹിഡൻ ബിനീത്ത് ദ സർഫേസ്. ഓക്കെ. ഡിറ്റക്റ്റീവിന്റെ പരിപാടി എന്താ, പ്രോഗ്രാം എന്താ? അതിന് പിന്നിലുള്ള ആ മോട്ടീവ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ അയാൾക്ക് ആ കുറ്റവാളിയിലേക്ക് എത്താം, അല്ലെ, ഒരു കുറ്റത്തില്. അപ്പൊ അത് എപ്പോഴും അതിൽ ഒളിഞ്ഞു കിടക്കുമായിരിക്കും ആ മോട്ടീവ്, ആ പ്രേരണ. അപ്പൊ അത് ഒളിഞ്ഞു കിടക്കുന്ന എന്നിവിടെ പറയുന്നുണ്ട്, ഹിഡൻ. ഹിഡൻ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലാറ്റന്റ് എന്ന് പറഞ്ഞാൽ ഹിഡൻ എന്നാണ് അർത്ഥം. ക്ലിയർ? നേരത്തെ ഓപ്ഷൻ ഒന്നുകൂടി നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. സെറ്റ് ആവുന്നുണ്ടല്ലോ അല്ലേ? ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ആഴ്ചയിലും 4 ക്ലാസ് ഇതുപോലെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഇംഗ്ലീഷ് കിട്ടും. എല്ലാ തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനും നിങ്ങൾക്ക് ഇത് ഗുണകരമാവും. ദ ട്രെയിൻ അറൈവ്ഡ് ഡാഷ് ഡ്യൂ ടു അൺഎക്സ്പെക്റ്റഡ് ഡിലേസ് ഓൺ ദ ട്രാക്ക്. അപ്പൊ ഇവിടെ നോക്കൂ, ദ ട്രെയിൻ അറൈവ്ഡ് എങ്ങനെയാണ്? ലാറ്റന്റ്, അത് ഹിഡൻ ആണ്, ശരിയാവില്ല. ലേറ്റ്, വഴുകി എന്നുള്ള അർത്ഥത്തിൽ. ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഴുകി എന്നാണ്. ഇവിടെ ലേറ്റർ എന്ന് പറയുന്ന കാര്യമില്ല, കാരണം രണ്ടെണ്ണത്തെ കമ്പയർ ചെയ്യുമ്പോഴൊക്കെയാണ് ലേറ്റർ എന്ന് പറയുക. ലേറ്റസ്റ്റും അല്ല, ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയത് എന്നാണ് അർത്ഥം, അല്ലേ? അപ്പൊ ഇവിടെ ദ ട്രെയിൻ അറൈവ്ഡ് ലേറ്റ് ഡ്യൂ ടു അൺഎക്സ്പെക്റ്റഡ് ഡിലേസ് ഓൺ ദ ട്രാക്ക് എന്ന് കിട്ടി. ക്ലിയർ? സെറ്റ് ആണല്ലോ അല്ലേ? വി ക്യാൻ ഡിസ്കസ് ദിസ് മാറ്റർ ഇൻ മോർ ഡീറ്റെയിൽ അറ്റ് എ ഡാഷ് ടൈം. ടൈമുമായി ബന്ധപ്പെട്ടതാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്, ഒരു ഫ്യൂച്ചർ പോയിന്റ് ഇൻ ടൈമിനെയാണ് നമ്മൾ ലേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഈ കാര്യം പിന്നീട് സംസാരിക്കാം, ഓക്കെ, വിശദമായിട്ട്. അങ്ങനെ പറയാറില്ലേ? ഹാവ് യു റീഡ് ദ ഡാഷ് എഡിഷൻ ഓഫ് ദ മാഗസിൻ? മാഗസിനെ കുറിച്ചാണ് ചോദ്യം. മാഗസിന്റെ എന്തായിരിക്കും? ഏറ്റവും പുതിയ ലക്കം. ഏറ്റവും പുതിയത് എന്നുള്ള അർത്ഥത്തിൽ ലേറ്റസ്റ്റ് ആണ്. സെറ്റായല്ലേ? തെറിയലോടും ഇതൊക്കെ ഇംഗ്ലീഷൊക്കെ നമുക്ക് നന്നായി പിടിച്ചെടുക്കാം. അപ്പൊ ലാറ്റന്റ് എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നുണ്ട്, ബട്ട് നോട്ട് എറ്റ് ഡെവലപ്ഡ് ഓർ മാനിഫെസ്റ്റ്. അതങ്ങോട്ട് പുറത്തേക്ക് എന്ത് ചെയ്യില്ല, അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, മറിഞ്ഞിരിക്കുകയാണ്, നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹിഡൻ, ഒളിഞ്ഞിരിക്കുന്ന, കൺസീൽഡ്, മറിഞ്ഞിരിക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം. ലേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ പ്രതീക്ഷിച്ച യൂഷ്വൽ ടൈമിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു യൂഷ്വൽ ടൈം ഉണ്ടല്ലോ, അതിന് ശേഷം വരുന്നതാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ വരേണ്ട സമയം കഴിഞ്ഞത് വരികയാണെങ്കിൽ അതെന്താണ്? ട്രെയിൻ ലേറ്റ് ആണെന്ന് പറയും, നമ്മൾ എക്സ്പെക്ട് ചെയ്ത സമയത്തെ കഴിഞ്ഞു വരികയാണെങ്കിൽ. അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിന്റെ എൻഡ്, അതിനൊക്കെയാണ് നമ്മൾ ലേറ്റ് എന്ന് പറയുക. ഇനി ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നീടാണ്, അതൊരു ഫ്യൂച്ചർ പോയിന്റ് ഇൻ ടൈം ആണ്. ഓക്കെ, ആഫ്റ്റർ എ ടൈം ഇൻ ദ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇവന്റിന് ശേഷം. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് റീസെന്റ് ഓർ ന്യൂവസ്റ്റ് ആണ്. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ അതിന് ഇടയിൽ ഞാനൊരു കാര്യം പറയാം. നമുക്ക് പലതരത്തിലുള്ള കോഴ്സ് ഉണ്ട്. അതിലെ ഒരു കോഴ്സാണ് PSC. കേരള PSCക്ക് വേണ്ടി നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത LDC LGSനൊക്കെ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ തുടങ്ങാം. 1.5 വർഷം കൊണ്ട് നമുക്കിത് പിടിച്ചെടുക്കാം. ഓക്കെ, 1 ഇയർ കോഴ്സാണ്. ആ 1 ഇയർ കോഴ്സിൻ്റെ ചില പ്രത്യേകതകൾ ഞാനൊന്ന് പറയാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൂ, കൂടുതൽ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. അപ്പം ഞാനിവിടെ പറയുന്ന ഒരു കാര്യം നമ്മുടെ കോഴ്സിനെ കുറിച്ചാണ്. ആ കോഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്രദമാകും, ഒരു സംശയവും വേണ്ട. എന്താ കാരണം?
എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് കൊണ്ടുപോകുന്നുണ്ട്. കംപ്ലീറ്റ് സിലബസ് ഉണ്ട്. SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കവർ ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2000 മുതൽ 2024 വരെ നമ്മൾ കവർ ചെയ്യും. 1 ഇയറാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. അതായത് നിങ്ങൾക്ക് പഠനം മടി ഉണ്ടായിരിക്കും, ചിലപ്പോൾ ആവേശത്തിൽ കയറി പഠിക്കും, പിന്നെ പഠിക്കാതിരിക്കും, ഇങ്ങനെയൊക്കെയല്ലേ. ദിനം പ്രതി നിങ്ങളുടെ പഠനത്തെ നിരീക്ഷിച്ചുകൊണ്ട് ദിവസം തോറും നിങ്ങൾക്ക് മെൻറ്ററിങ് കിട്ടും. സംശയം വേണ്ട, ദിവസം തോറും. അങ്ങനെ നിങ്ങളുടെ പഠനത്തെ റൈറ്റ് ട്രാക്കിലേക്ക് എത്തിക്കും. ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. അപ്പോൾ അതിൽ കോഴ്സിൻ്റെ പുരോഗതിയും ഒരു ബാച്ചിൽ നിന്ന് അടുത്ത ബാച്ചിലേക്ക് പോകുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്ട്രെസ്സ് തരാതെയാണ് നമ്മുടെ പഠനം. ഹാപ്പി, കൂൾ, റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വിൻഡോസ് വ്യൂവിൽ പഠിക്കാം. ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ്സസ് ഉണ്ട്. ആ ലൈവ് ക്ലാസ്സുകളിൽ തന്നെ ക്വിസ് നടക്കും. ബാച്ച് സിസ്റ്റമാണ്. ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് നമ്മൾ മൊഡ്യൂൾസ് ഉണ്ട്. ആ മൊഡ്യൂൾസ് ഒരു ബാച്ചിൽ നിന്ന് കഴിഞ്ഞാലേ അടുത്ത ബാച്ചിലേക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ പോയിന്റ് സിസ്റ്റം ഉണ്ട്. നിങ്ങളുടെ മാർക്ക് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും 1200 മാർക്കിലെ ഒരു സിസ്റ്റത്തിലാണ് നമ്മുടെ പോയിന്റ് സിസ്റ്റം. അതിൽ നിങ്ങളുടെ പഠനം, നിങ്ങൾ തീർത്ത ബാച്ചുകൾ, നിങ്ങളുടെ പഠനത്തിൻ്റെ പുരോഗതി, നിങ്ങൾ ശരിയായ ദിശയിലാണോ, അങ്ങനെ ഒരു 12ഓളം എലമെൻറ്റുകളെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പോയിന്റ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് ഉണ്ട്. സപ്പോർട്ടീവായ ഒരു എൻവിറോൺമെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു അറ്റൻഷൻ കിട്ടും. അതുപോലെ മോക്ക് എക്സാമുകളുണ്ട്, PDF നോട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഒരു വിബ്രൻ്റായ കമ്മ്യൂണിറ്റി ഉണ്ട്. പരസ്പരം സഹായിക്കുന്ന, എല്ലാവരും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിബ്രൻ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. ബാച്ച് വൈസ് സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രോഗ്രസ്സിനനുസരിച്ചിട്ടാണ് ഒരു ബാച്ചിൽ നിന്ന് അടുത്ത ബാച്ചിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ ഒരു ബാച്ചിൽ നിങ്ങൾ കുടുങ്ങി കിടക്കുകയാണ്, അവിടെ ഏതെങ്കിലും വിഷയത്തിലൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് പരിഹരിച്ച് നിങ്ങളെ അടുത്ത ബാച്ചിലേക്ക് കൊണ്ടുപോകാനുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കും. പെർഫോമൻസ് അനാലിസിസ് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ മെൻറ്ററിങ്, എസെൻഷ്യൽ സ്കിൽ, ടൈം മാനേജ്മെൻറ്റ് തൊട്ടിട്ട് മെമ്മറി ടെക്നിക്സ്, അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഇതിലൊക്കെ തന്നെ നിങ്ങൾക്ക് മെൻറ്ററിങ് കിട്ടുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സാണ്. 3500 രൂപയാണ് നിലവിൽ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 1 വർഷത്തേക്കാണ്. സോ